വനിതാ സംരംഭകരെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഇതാ ഒരു കൂട്ടം ചേച്ചിമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇവരുടെ പ്രോഡക്റ്റും നമുക്കിവിടെ കാണാവുന്നതാണ്. പലതരം സാധനങ്ങൾ ഇവരിവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവരുടെ ബിസിനസ്, ഇവരെങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതെന്നൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. നിങ്ങൾ എവിടെ നിന്നാണ്, എന്താണെന്നൊന്ന് പരിചയപ്പെടുത്താം. മോനെ, ഞങ്ങൾ വടക്കേക്കര ചെത്തിപ്പുഴ ഇടവകക്കാർ. പിന്നെ ഞങ്ങളുടെ അയൽപക്കത്തുള്ള അയൽക്കൂട്ടം ഞങ്ങളുടെ കുടുംബശ്രീയാണ്. അതിനകത്ത് 24 വർഷമായിട്ട് ഞങ്ങൾ അയൽക്കൂട്ടം കൂടി അതിൽ നിന്നും ഞങ്ങൾക്ക് ആശയം വന്നതാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ 7 പേര് കൂടി ചെയ്ത സംഭവം. അപ്പം ഞങ്ങൾ ആദ്യമേ അച്ചാർ, ഇങ്ങനെ കപ്പ ബിരിയാണിയൊക്കെ ആയിട്ട് തുടങ്ങി. പിന്നെ അത് പൊടി ഐറ്റത്തിലേക്ക് മാറി. അതിപ്പോൾ ഇങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബിരിയാണി, പായസം, അടപ്രഥമന്, എല്ലാ സൈസ് പായസങ്ങളും ആവശ്യപ്പെട്ടാലും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. വിഷമില്ലാതെ ഞങ്ങൾ തന്നെ കൈകൊണ്ടുണ്ടാക്കി കൊടുക്കുന്നതാണ്. മുളകൊക്കെ മേടിച്ച് കഴുകി ഉണങ്ങി പൊടിച്ച് വൃത്തിയായിട്ട് ഉള്ള സംഭവമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് തുടങ്ങിയ ഒരു സാധനം ഇന്ന് വലിയൊരു സക്സസ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിമാനമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഈ ഒരു സംരംഭം നിങ്ങളെ എത്രത്തോളം വളർത്തിയിട്ടുണ്ട്? അത് നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരാളെ ആശ്രയിക്കേണ്ട, നമുക്കൊരു ചെറിയ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നമുക്ക് എടുക്കാനുണ്ട്. ആ ഒരു വളർച്ചയൊക്കെ നിങ്ങളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? വളർച്ച നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മോനെ. നമ്മളിപ്പോൾ അത് എടുത്തു പറയാനായിട്ട് വലിയതായിട്ടൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഏറെക്കുറെ നല്ല രീതിയിൽ ഞങ്ങളുടേതായ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇനി വരുന്ന ഓണത്തിന് ഞങ്ങൾ ടൂറിന് പോകാൻ നിശ്ചയിച്ചിരിക്കുകയാണ്, വയനാട്. അപ്പൊ നിങ്ങളുടേതായ സന്തോഷങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് ഇത് വലിയൊരു അവസരം ആവുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൂടി അല്ലേ? ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എനിക്കും അതെ കോൺഫിഡൻസ് കൂടി ഞങ്ങൾക്ക്. പിന്നെ എല്ലാവർക്കും എല്ലാവരും നല്ല അടുത്തറിയാം, നല്ല സഹകരണമേ, അങ്ങനെ സപ്പോർട്ടാണ്. കൂടുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു സന്തോഷം. ഞങ്ങൾ അവിടെ വെച്ച് ചോറും എല്ലാം ഉണ്ടാക്കി വെച്ച് ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതൊരു സന്തോഷമാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ നിങ്ങളെ? ഞങ്ങൾ ദർശന കുടുംബശ്രീ എന്നാണ് ഞങ്ങളുടെ പേര്. അപ്പം അതിൻ്റെ ഒരു എംബ്ലോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ പ്രോഡക്റ്റുകളുടെ പ്രത്യേകതയാണ്, ഇപ്പൊ നമ്മൾ കടയിൽ പോയി ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തിനും നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കകത്ത് യാതൊരുവിധ കെമിക്കലും ഞങ്ങൾ ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ കഴുകി ഉണങ്ങി നല്ല ദിവസങ്ങളോളം ഉണങ്ങിയാണ് ഞങ്ങൾ ഇതെല്ലാം. നമ്മുടെ ഇരുന്നാൽ ഈ പൊടികൾക്ക് ചീത്ത വരുന്നില്ല. അതുപോലെ തന്നെ ഈ അവലൊക്കെ ആണെങ്കിലും നല്ല തേങ്ങയൊക്കെ നല്ലതായിട്ട് ചേർത്ത നല്ല രീതിയിൽ നല്ല രുചിയായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കി. ഉണ്ണിയപ്പം ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഞങ്ങൾ രുചിയായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇപ്പൊ 1 കിലോ അച്ചാർ ഇന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ ആ പുള്ളി തന്നെ ചോദിക്കും 1 കിലോ. പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ ഈ ഒരു സൗഹൃദവും നിങ്ങളുടെ ഈ കൂട്ടായ്മയൊക്കെ കാണുന്നതിൽ ഒത്തിരി സന്തോഷം. ഇത് ഒരാൾ തുടങ്ങിയ ഒരു ബിസിനസ് അല്ല, ഇവർ ഇത്രയും പേര് ചേർന്ന് സൗഹൃദത്തിന്റെ പുറത്ത് 7 പേര് ചേർന്ന്, അതാണ് ഇവർ വലിയൊരു സന്തോഷമാണ്. ഇവർ നൽകുന്ന ആ ഒരു ക്വാളിറ്റിയാണ് ഇവരുടെ ഈ ഒരു ഐറ്റംസ് ഇന്ത്യക്ക് പുറത്തും ഒരുപാട് നാടുകളിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. നിങ്ങളുടെ ഈ സംരംഭം കൂടുതൽ വളരട്ടെ, നിങ്ങളുടെ സൗഹൃദം കൂടുതൽ വളരട്ടെ. താങ്ക്